നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലത്തിലേക്കുള്ള സമാന്തര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠനവും പബ്ലിക് ഹിയറിംഗും സംഘടിപ്പിച്ചു. കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയ പുതുക്കാട് സെന്ററിലെ ബേക്കറി പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള സമഗ്ര കായിക വികസന പരിപാടിയായ ഉയരെ പദ്ധതിക്ക് തുടക്കമായി. വിജ്ഞാനവും വിനോദവും പകർന്ന മുപ്ലിയം GHSS സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ ശ്രദ്ധേയമായി. കേന്ദ്ര ബജറ്റിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചുങ്കം കുറച്ച പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് സ്വർണവില കുത്തനെ താഴേക്ക്. വാർത്തകൾ വിശദമായി. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലത്തിലേക്കുള്ള സമാന്തര പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠനവും പബ്ലിക് ഹിയറിംഗും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, KM ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടീന തോബി, ഹിമാദാസൻ, പഠനം നടത്തിയ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പ്രതിനിധികൾ, PWD പാലം വിഭാഗം ഉദ്യോഗസ്ഥർ, പാലം സമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയ പുതുക്കാട് സെന്ററിലെ ബേക്കറി പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു. കടയ്ക്ക് മുന്നിൽ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള നോട്ടീസ് പതിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, സെക്രട്ടറി P ഉമാ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MP ചിത്ര, ജൂനിയർ സൂപ്രണ്ട് MK വിജയൻ, ക്ലർക്ക് PC സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിയുണ്ടായത്. ഇവിടെ കഴിഞ്ഞ ദിവസം പുതുക്കാട് പോലീസ് റെയ്ഡ് നടത്തി ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും നിയമത്തിന് എതിരായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചായത്ത് നിരോധിതമായ സാധനങ്ങൾ വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ കട ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഇതിൻ്റെ ഓർഡർ, ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ള ഓർഡർ ഇവിടെ പതിച്ച് നടത്തുകയാണ്. ബേക്കറിയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവ് മിഠായിയും വിൽപ്പന നടത്തിയ കട അടച്ചുപൂട്ടാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള സമഗ്ര കായിക വികസന പരിപാടിയായ ഉയരെ പദ്ധതിക്ക് തുടക്കമായി. K രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സജിത രാജീവൻ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ VS നിജിൽ, ഷൈബി സജി എന്നിവർ പ്രസംഗിച്ചു. വിജ്ഞാനവും വിനോദവും പകർന്ന മുപ്ലിയം GHSS സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ ശ്രദ്ധേയമായി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ സയൻസ്, എക്കോ എനർജി ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട മിസ്റ്ററി ഡോംസ് ആണ് കുട്ടികൾക്കായി വിസ്മയ കാഴ്ചയൊരുക്കിയത്. ദ്വിദിന ഷോയിൽ പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ പ്ലാനറ്റോറിയം ഷോ ആസ്വദിച്ചു. ബഹിരാകാശത്തെക്കുറിച്ചും സൂര്യൻ, ചന്ദ്രൻ, വിവിധ ഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കുട്ടികൾക്ക് ഷോയിലൂടെ പകർന്നു നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക MV ഉഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, അധ്യാപകരായ ER സനീഷ്, C ജോളി ജോൺ, AJ ജയന, E ധന്യ അരവിന്ദ്, K അമൃത കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മിസ്റ്ററി ഡോം ഇരിങ്ങാലക്കുടയുടെ മൊബൈൽ പ്ലാനറ്റോറിയത്തിന്റെ ഷോ ആണ് 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് മുപ്ലിയം സ്കൂളിലെ സയൻസ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, എനർജി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മിസ്റ്ററി ഡോംസ് ഇരിങ്ങാലക്കുട അവതരിപ്പിക്കുന്ന പ്ലാനറ്റോറിയം ഷോ ഇന്നലെയും ഇന്നും തിങ്കളും ചൊവ്വയും ദിവസങ്ങളിലായിട്ട് നമ്മുടെ സ്കൂളിലെ പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചു. പഴയ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കുട്ടികൾക്ക് അറിഞ്ഞു പഠിക്കാനുള്ള അവസരങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 21 ചന്ദ്രദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള
മിസ്റ്ററി ഡോംസ് മൊബൈൽ പ്ലാനറ്റോറിയം. പ്രകൃതിക്ഷോഭത്താൽ മരങ്ങൾ വീണ് ഗതാഗതത്തിന് തടസ്സമുണ്ടാവുകയോ വീടുകൾക്ക് മേൽ മരം വീണ് അപകടം സംഭവിക്കുകയോ ചെയ്താൽ സേവനവുമായി കല്ലൂർ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ. മരം മുറിക്കുന്നതിനായി വുഡ് കട്ടർ മെഷീനും അനുബന്ധ സാമഗ്രികളും സജ്ജമാക്കിക്കൊണ്ട് സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദ യുവസംഗമ പ്രസിഡന്റ് പ്രബലൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SI ലാലു, അളകപ്പനഗർ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ സദാശിവൻ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, സൗഹൃദ യുവസംഗമ പ്രവർത്തകരായ സതീശൻ ഊരാളത്ത്, സിജോ കരുത്തി, അശോകൻ വടക്കൂടൻ, പ്രവീൺ ശാർക്കര, രാജു മംഗലത്ത്, ഗ്രാമീൺ ജനതാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര എന്നിവരും സന്നിഹിതരായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് കാലവർഷം മൂലം മരങ്ങൾ വീണ് ഗതാഗതത്തിന് തടസ്സം സംഭവിക്കുകയോ വീടുകളിന്മേൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഇതിൻ്റെ ആശയം. വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏത് രാത്രി ആംബുലൻസ് വേണം എന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞു. അതിന് എല്ലാത്തിനും ഒരു ഉത്തരമാണ് പ്രഗ്നൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വന്നത്. ഞാനവിടെ 2-3 ആൾക്കാരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രഗ്നൻ വിളിച്ചത്. എന്തായാലും ഇത് വളരെയധികം ജനപ്രദമായ ഒരു സംഗതിയാണ്. എന്തായാലും സൗഹൃദ യുവസംഗമം നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞു. അപ്പോൾ അതിന് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് സൗഹൃദ യുവസംഘം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് നിർണായക ഘട്ടത്തിലും ഇപ്പോൾ ആംബുലൻസ് ആയിക്കോട്ടെ മറ്റേത് സേവനമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരം സംഘടനയുടെ പ്രവർത്തനം വളരെ പുണ്യമായ സമയമാണ്. ഇപ്പോൾ പ്രപഞ്ചേണ നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. ഈ 13 വർഷക്കാലം വന്നാണ് വളരെ വലിയൊരു പ്രവർത്തനം നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും ഇവിടെ തൃക്കൂർ പഞ്ചായത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് പല രീതിയിൽ കിടക്കുന്ന ഒരുപാട് മരങ്ങൾ വീണു, ഗതാഗതം തടസ്സപ്പെട്ടു, വീടുകൾക്ക് കേടുപാടുകളൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതൊരു സാഹചര്യത്തിൽ നമ്മൾ വഴി എത്രയും വേഗം സുഗമമായി പോകുന്നതിന് വേണ്ടി ആരും വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പലരും ജോലിക്ക് പോയിരിക്കുക. നമുക്ക് പെട്ടെന്ന് വിളിച്ച് ആരും കിട്ടാനില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് സൗഹൃദ യുവസംഗമം ഒരു പുതിയ സംരംഭമായി ജനങ്ങളിലേക്ക് അടങ്ങിത്തിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ സൗഹൃദ യുവസംഗമം 13 വർഷം പിന്നിട്ടു. അന്നതിൻ്റെ ഉദ്ഘാടനത്തിനും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും നിസ്തുലമായ പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ മലമറിക്കുമെന്ന പ്രചാരണം നടത്തിയ BJP ബജറ്റിൽ ഒന്നും നൽകാതെ കേരളത്തെ ഗോപി വരപ്പിച്ചിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ജോർജ് താഴേക്കാടൻ ആരോപിച്ചു. കേരളമെന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന കാര്യം തൃശൂർ MP സുരേഷ് ഗോപി വ്യക്തമാക്കണം. കേരളം ആവശ്യപ്പെട്ട ഒരു കാര്യവും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രതീക്ഷിച്ച സംസ്ഥാനത്തെ റബ്ബർ കർഷകരുടെ തലയിൽ വാസ്തവത്തിൽ നന്നായി താങ്ങുകയാണ് ബജറ്റിലൂടെ കേന്ദ്ര ധനമന്ത്രി ചെയ്തത് എന്നും കേരള കോൺഗ്രസ് M ആരോപിച്ചു. തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 നടക്കുന്ന ചടങ്ങ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ജീവകാരുണ്യ ഫണ്ട് ഏറ്റുവാങ്ങും. വാർത്താസമ്മേളനത്തിൽ പ്രധാന അധ്യാപിക ലിയ K റാഫേൽ, PTA പ്രതിനിധി C അരുൺ, OSA പ്രസിഡന്റ് TT ജോൺസൺ, OSA അംഗം ആന്റണി, അധ്യാപിക ക്രിസ്റ്റീന ദേവസി എന്നിവർ പങ്കെടുത്തു. പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൻ്റെ 100ാം വാർഷികമാണ്. 1925 CMI മാനേജ്മെൻറ്റ് ചാവറയച്ചൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തുടങ്ങി വെച്ച ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ ഇന്ന് 100ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം 25,000 കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകി അവരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ നിലകളിൽ സമൂഹത്തിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷം ഉദ്ഘാടനമാണ് ജൂലൈ 24 ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായി അളകപ്പനഗർ വെണ്ടൂർ സ്വദേശിയായ KB കൃഷ്ണവേണിക്ക് ജാപ്പനീസ് സർക്കാരിന്റെ ഉന്നത സ്കോളർഷിപ്പായ MEXT ലഭിച്ചു. ജപ്പാനിലെ നിഗാത്ത യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ റിക്കവറിയിൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും മണ്ണിടിച്ചിലിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനത്തിനും ഗവേഷണത്തിനുമാണ് സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നത്.
3.5 വർഷക്കാലത്തെ പഠന ഗവേഷണത്തിൻ്റെയും മറ്റു ചിലവുകളും പൂർണ്ണമായി ജപ്പാൻ സർക്കാർ വഹിക്കും. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും, തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എർത്ത് സിസ്റ്റം സയൻസിൽ എ.ടെക്കും നേടിയ കൃഷ്ണവേണി, വെണ്ടൂർ കൂവക്കാടൻ ബിജുവിൻ്റെയും അഡ്വക്കേറ്റ് ഷൈനി ബിജുവിൻ്റെയും മകളാണ്. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. പമ്പിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിനാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ 10:30 സംഭവം. മലിനജലത്തിൽ ഇന്ധനം കലർന്നിരുന്നതാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. പമ്പിന് പുറത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. തീ പടർന്നതോടെ പമ്പ് ജീവനക്കാർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. ടാങ്കുകളിൽ നിന്നുള്ള വാൽവുകളും ഓഫ് ചെയ്തു. ഇത് വലിയ അപകടം ഒഴിവാക്കി. ഉടൻ പോലീസും 3 യൂണിറ്റ് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. പോലീസും അഗ്നിശമന ഉദ്യോഗസ്ഥരും പമ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പറപ്പൂക്കര രാപ്പാൾ ബ്രദേഴ്സ് ക്ലബ്ബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അഭിനന്ദന സദസ്സ് സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മനോജ് മുകുന്ദൻ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സുഭാഷ് രാപ്പാൾ, ലൈബ്രറി സെക്രട്ടറി രജീഷ് പേഴേരി, ലൈബ്രറി ഭരണസമിതി അംഗങ്ങളായ IC സുബ്രഹ്മണ്യൻ, VB ഗിരീഷ്, T സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര ബജറ്റിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചുങ്കം കുറച്ച പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ താഴേക്ക്. ബജറ്റ് അവതരണത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ പവന് 2000 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. പവന് ഒറ്റയടിക്ക് 51,960 രൂപയും ഗ്രാമിന് 250 രൂപ കുറഞ്ഞ് 6,495 രൂപയുമായി. ബജറ്റിൽ സ്വർണത്തിന്റെ അടിസ്ഥാന ഇറക്കുമതി തീരുവ 10% നിന്നും 6%ആക്കി ധനമന്ത്രി കുറച്ചിരുന്നു. സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് പ്രതിഫലിക്കുകയായിരുന്നു. നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ചാനലുകളുടെ സംപ്രേഷണം ലഭിക്കുന്നതിനായി കേരള വിഷൻ എല്ലാ സെറ്റ് ഓഫ് ബോക്സുകളും ബുധനാഴ്ച അർദ്ധരാത്രി 12-ന് ഓട്ടോ സ്കാനിംഗ് നൽകുന്നു. ബോക്സ് ഓൺ ചെയ്താൽ 2 മിനിറ്റ് ഓട്ടോ ട്യൂൺ ആകും. ട്യൂണിംഗ് സമയത്ത് ബോക്സ് യാതൊരു കാരണവശാലും ഓഫ് ചെയ്യരുത്. തുടർന്ന് സാധാരണ പോലെ ചാനലുകൾ ലഭ്യമാകും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള ചെങ്ങാലൂർ സബ് സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർമാരുടെ താൽക്കാലിക ഒഴിവുകളുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ OP-യിലേക്കാണ് നിയമനം. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. അപേക്ഷയോടൊപ്പം വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും അയക്കണം. ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ആശുപത്രി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെയും ആവശ്യമുണ്ട്. DME അംഗീകൃത DMLT അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല അംഗീകൃത BSc, MLT എന്നിവയാണ് യോഗ്യത. 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഡിഗ്രിയും PGDCA അല്ലെങ്കിൽ DCA, മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സ്. അപേക്ഷയോടൊപ്പം വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും അയക്കണം. ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ആശുപത്രി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. കല്ലേറ്റുംകര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് ഗസ്റ്റ് ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ BTech ഫസ്റ്റ് ക്ലാസ്. താൽപര്യമുള്ളവർ വെള്ളിയാഴ്ച രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ ഇന്റർവ്യൂവിനായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അളഗപ്പനഗർ പഞ്ചായത്തിലെ വെണ്ടൂരിൽ പട്ടികജാതി വനിതാ വ്യവസായ പാർക്കിലെ 5 റൂമുകളിലേക്ക് വ്യവസായ സംരംഭം നടത്തുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വനിതകളുടെ ഗ്രൂപ്പോ വ്യക്തിഗത വനിതാ സംരംഭകരോ ആകാം. കൊടകര ബ്ലോക്ക് പരിധിയിലെ സ്ഥിരം താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ കൊടകര ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ ജൂലൈ 31-നുള്ളിൽ നേരിട്ടോ തപാൽ മുഖേനയോ അയക്കാവുന്നതാണ്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,495 രൂപയും പവന് 51,960 രൂപയും രേഖപ്പെടുത്തി.
കല്ലൂർ കണ്ണായി പരേതനായ പൗലോസ് ഭാര്യ സെലീന അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. ലീന മകളും പരേതനായ ആന്റണി മരുമകനുമാണ്. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ ജോണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഓമനയാണ് ഭാര്യ. ജിഷ, ജിയോ എന്നിവർ മക്കളും. ജോഷി, ഏഞ്ചൽ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ SN പുരം ചുള്ളിപ്പറമ്പിൽ കൃഷ്ണൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലത്തിലേക്കുള്ള സമാന്തര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠനവും പബ്ലിക് ഹിയറിംഗും സംഘടിപ്പിച്ചു. കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയ പുതുക്കാട് സെന്ററിലെ ബേക്കറി പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള സമഗ്ര കായിക വികസന പരിപാടിയായ ഉയരെ പദ്ധതിക്ക് തുടക്കമായി. വിജ്ഞാനവും വിനോദവും പകർന്ന മുപ്ലിയം GHSS സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ ശ്രദ്ധേയമായി. കേന്ദ്ര ബജറ്റിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചുങ്കം കുറച്ച പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ താഴേക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.